എല്ലാവർക്കും നമസ്കാരം. റോമാലേഖനം 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മൾക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം, ഇന്ന് ന്യൂ ജനറേഷൻ സഭകളിലും കുറേ ആൾക്കാരുടെ ഇടയിലുമൊക്കെ ഇന്ന് വല്ലാതെ എന്താ പറയുക, മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുത്തിയിരിക്കുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കാണാം ഇവിടെ അബ്രാഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അബ്രാഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്കറിയാം, ഈ അബ്രഹാം എവിടെ നിന്നാണ് വന്നത്? അബ്രഹാം കൽദായരുടെ പട്ടണമായ ഊര് എന്ന് പറയുന്ന ഒരു ദേശത്ത് താമസിച്ചു വരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, അപ്പോൾ അബ്രഹാമിൻ്റെ ഫാദർ തേരഹ്. തേരഹിന് 3 ആൺമക്കളുണ്ടായിരുന്നു. അതിൽ ഒരു ആൾ മരിച്ചുപോയി. ആ മരിച്ചുപോയ ആളുടെ മകനാണ് ആര്? നമ്മുടെ ലോത്ത് എന്ന് പറയുന്നത്, അബ്രാഹാമിൻ്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യുവാൻ പുറപ്പെട്ട ലോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അബ്രാഹാമിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ദൈവത്തിൽ മാത്രമല്ല, പല ദൈവങ്ങളിൽ ഇങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ വിഗ്രഹങ്ങളുടെ മുൻപിൽ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഈ അബ്രഹാം ജീവിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ അബ്രാഹാമിൻ്റെ പിതാവായ തേരഹ് അബ്രാഹാമിനെയും ഈ ലോത്തിനെയും ഈ അബ്രാഹാമിൻ്റെ ഭാര്യയെയും ലോത്തിൻ്റെ ഭാര്യയും ഒക്കെ കൂട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു, നമ്മൾക്ക് എങ്ങോട്ട് പോകാം? കാനാൻ ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞ്, പുള്ളിക്ക് കാനാൻ ദേശത്തെക്കുറിച്ച് അറിവുണ്ടായിട്ടാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും പുള്ളി നമ്മൾക്ക് കാനാൻ ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെ വിളിക്കുന്നു. ഇവർ ഇത്രയും പേര് കൂടെ കാനാൻ ദേശത്തേക്ക് പോകുവാനായിട്ട് യാത്ര പുറപ്പെടുന്നു. എന്നാൽ അവർ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തെ ഹാരാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പം അവിടെ വെച്ചിട്ട് ആര് മരിക്കുകയാണ്? ഈ തേരഹ് മരിക്കുകയാണ്. അപ്പോൾ ഈ തേരഹ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ദൈവം എന്ത് ചെയ്തു? അബ്രാഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രാഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, നിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന ദേശത്തേക്ക് നീ യാത്ര പുറപ്പെടുവാനായിട്ട് അബ്രാഹാമിനോട് പറഞ്ഞു. അപ്പോൾ ഓർക്കണം, അതുവരെ അബ്രാഹാമിന് ആരെക്കുറിച്ച് വലിയ അറിവില്ല, ഈ വിളിക്കുന്ന ദൈവത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല അല്ലേ. അബ്രാഹാം ആരായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുദൈവ വിശ്വാസമുള്ള ഒരു പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളായിരുന്നു ഈ അബ്രഹാം എന്ന് പറയുന്നത്. അബ്രാഹാമിന് ഈ ഒരു വലിയ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചോ ഈ തന്നോട് സംസാരിക്കുന്ന ദൈവത്തെക്കുറിച്ചോ കാനാൻ ദേശത്തെക്കുറിച്ചോ അബ്രാഹാമിന് യാതൊരു ധാരണയുമില്ല. ആ ഒരു ദേശത്തെക്കുറിച്ചുള്ള അറിവ് പോലും അബ്രാഹാമിനില്ല. പക്ഷേ അബ്രാഹാം എന്ത് ചെയ്തു? അവിടെ ആ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് ദൈവം അബ്രാഹാമിനെ വിളിച്ചപ്പോൾ ആ വിളിയോട് അബ്രാഹാം എന്ത് ചെയ്തു? പോസിറ്റീവായിട്ട് പ്രതികരിച്ചു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, എന്നിട്ട് അബ്രാഹാം എന്താണ്? ദൈവം പറഞ്ഞതനുസരിച്ച് അങ്ങ് യാത്ര തുടർന്നു. അവരെ എങ്ങോട്ട് പോകാനായിരുന്നു യാത്രയ്ക്ക് ഇറങ്ങിയത്? കാനാൻ ദേശത്തേക്ക് പോകുവാനായിട്ടുള്ള യാത്രയിലാണ് അവരിറങ്ങിയത്. അപ്പോൾ അബ്രാഹാം ആ യാത്ര തന്നെ കണ്ടിന്യൂ ചെയ്തു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷേ പിന്നീടുള്ള ആ ഹാരാൻ വരെയുള്ള യാത്ര എങ്ങനെയായിരുന്നു? അപ്പൻ്റെ പുറകെയായിരുന്നു വന്നതല്ലേ. എന്നാൽ ഈ ഹാരാൻ തൊട്ട് പിന്നീടുള്ള അബ്രാഹാമിൻ്റെ യാത്ര എങ്ങോട്ടായിരുന്നു? യഹോവയാം ദൈവത്തിൻ്റെ പുറകെയായിരുന്നു. എന്ന് വെച്ചാൽ ആ ശബ്ദത്തിനനുസരിച്ചായിരുന്നു അബ്രാഹാമിൻ്റെ യാത്രയെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ മുൻപിൽ ഒരു ലക്ഷ്യവുമില്ല, അപ്പൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അപ്പനൊരു ലക്ഷ്യമുണ്ടായിരുന്നു, കാനാൻ ദേശത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതും. എന്നാൽ അബ്രാഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രാഹാമിൻ്റെ ആ ഒരു അപ്പൻ്റെ കൂടത്തിൽ ഇറങ്ങിയ ലക്ഷ്യം അവിടെ കൊണ്ട് അവസാനിച്ചു. അതിനുശേഷം പിന്നെയുള്ള അബ്രാഹാമിൻ്റെ യാത്ര എങ്ങോട്ടായിരുന്നു? തനിക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരു ദേശത്തേക്ക്, തനിക്ക് ഒരു അറിവുമില്ലാത്തൊരു ദൈവത്തിലേക്ക്, കേവലം ഒരു ദൈവത്തിൻ്റെ വാക്കിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അബ്രാഹാമിന് കിട്ടിയ ഒരു വിഷൻ്റെ പുറത്തായിരുന്നു അബ്രാഹാമിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരുന്നത്. അതാണ് അബ്രാഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോഴും നമ്മളുടെയും വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അബ്രാഹാമിൻ്റെ വിശ്വാസം അത് തന്നെയാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതും എന്താണ്? നമ്മളൊക്കെ അല്ലേ, നമ്മളൊക്കെ അറിവില്ലാതെ, ദൈവത്തെക്കുറിച്ച് അറിവില്ലാതെ ഒരു പാരമ്പര്യത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചതല്ലേ. ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ ജനിച്ചവരാണെങ്കിൽ കൂടെ അതിനകത്ത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സമൂഹത്തിൻ്റെ കൂട്ടത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിരുന്നത് അല്ലേ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് ജലത്തിൽ സ്നാനം ഏറ്റ് യേശുക്രിസ്തുവിനോട് ചേർന്ന ഒരു പുതിയ വിശ്വാസം. ആ വിശ്വാസം എവിടുന്നാണ് വന്നത്? എന്തെങ്കിലും കണ്ടിട്ടാണോ? ഒന്നും കണ്ടിട്ടല്ല. ആ വിശ്വാസം എവിടുന്നാണ്? അത് നമ്മളുടെ അബ്രാഹാമിനെ പോലെ ഒന്നും കാണാതെയുള്ള ആ ഒരു വിശ്വാസം അല്ലേ. ദൈവം ഉണ്ട്, ദൈവത്തിൻ്റെ ആ ഒരു വചനം അല്ലേ, ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവം നമ്മളോട് ഇടപെടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം. എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ വിശ്വസിച്ചിറങ്ങുന്നു. ആ ഒരു വിശ്വാസം മാത്രമാണ് അവിടെ എന്താ പറയുക ആധാരമായിരിക്കുന്നത്. അവിടെ നമ്മളുടെ പ്രവൃത്തികളെ നോക്കിയിട്ടൊന്നുമല്ല, ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെ ദൈവം എന്ത് ചെയ്യുന്നു? നീതിയായിട്ട് കണക്കിടുന്നു.
അപ്പോൾ ഇത് തന്നെയാണ് അബ്രാഹാം അവിടെ ചെയ്തത് അല്ലേ. അബ്രാഹാമിൻ്റെ വിശ്വാസം പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നതും രണ്ടും എന്താണ്, കണക്റ്റഡ് ആണ്, ഒന്ന് തന്നെയാണ്. അബ്രാഹാം എന്ത് ചെയ്തു? കാണാതെ വിശ്വസിച്ചു. നമ്മളും എന്താണ്, കാണാതെ വിശ്വസിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ വചനം കേട്ട് ആ വചനത്തിൽ നമ്മൾ എന്ത് ചെയ്തു? പോസിറ്റീവായിട്ട് അതിനോട് നമ്മൾ പ്രതികരിച്ചു. ഇതാണ് ഈ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അബ്രാഹമോ നമ്മളോ ആരും എന്താണ്, ദൈവത്തെ തേടി ഇറങ്ങിയില്ല. ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കാനാൻ ദേശം തേടി ഇറങ്ങിയതുമല്ല. നമ്മൾ എന്താണ്, ദൈവത്തിൻ്റെ ആ ഒരു അരുളപ്പാടിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിനോട് നമ്മൾ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. അത് നമ്മളൊന്നും കണ്ടിട്ടല്ല, കാണാതെയുള്ള വിശ്വാസം. ഇതാണ് അബ്രാഹമിൻ്റെയും പുതിയ നിയമ വിശ്വാസികളുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതെന്താണ്? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഓക്കെ, ഇനി അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ രക്ഷ എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ രക്ഷ സൗജന്യമാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രക്ഷ സൗജന്യമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾക്കറിയാം, പഴയ നിയമ ചരിത്രത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ആണ്ടിൽ ഒരിക്കൽ ഇവരെന്താണ്, ഒരു എന്താ പറയുക, ബലിയർപ്പണത്തിന് വേണ്ടിയിട്ട് ഇവർ പോകും അല്ലേ. ദേവാലയത്തിലേക്ക്, യെരുശലേം ദേവാലയത്തിലേക്ക് ഇവർ ബലിയർപ്പണത്തിനായിട്ട് പോകും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആണ്ടിൽ ഒരിക്കലാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ബലിയർപ്പണം നടക്കുകയും ഇവർ തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറുപ്രാവിനെയോ അല്ലെങ്കിൽ കൊച്ചു ആട്ടിൻകുട്ടിയെയോ ഒക്കെ ഇവരെന്ത് ചെയ്യണം? ഇവരവിടെ ബലിയർപ്പിക്കണം. ഇവർ പുരോഹിതൻ ഇവർക്ക് വേണ്ടി ബലിയർപ്പിക്കണം. അത് എപ്പോഴേ നടക്കത്തുള്ളൂ? ആണ്ടിൽ ഒരിക്കലാണ് ഇവർക്ക് ഈ പാപമോചനം ലഭിക്കുന്നത്. അത് ലഭിക്കുവാൻ വേണ്ടി ഇവരെന്ത് ചെയ്യണം? ഇവർ പ്രവർത്തിക്കണം. ഇവർ വീട്ടിലിരുന്ന് ഇവർ പ്രാർത്ഥിച്ചാൽ ഇവർക്ക് ആ രക്ഷ കിട്ടത്തില്ല. ഇവർക്കത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവർ ആ യെരുശലേം ദേവാലയത്തിലേക്ക് ചെറുപ്രാവിനെയും അല്ലെങ്കിൽ ഈ കൊച്ചു ആട്ടിൻകുട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് ഇവർ പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്രമപ്രകാരമുള്ള കുറച്ച് പ്രവർത്തികളുണ്ട്, അതിവർ ചെയ്യണം. എന്ന് വെച്ചാൽ അവിടുന്ന് പുരോഹിതൻ ഇവർക്ക് വേണ്ടി ബലി അർപ്പിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ആ ചോര ഒക്കെ തളിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവർക്ക് എന്ത് ലഭിക്കുന്നത്? പാപമോചനം ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ പഴയ നിയമ ചരിത്രത്തിൽ ഇവർക്ക് പാപമോചനം ലഭിക്കുവാൻ, ദൈവത്തോട് അടുക്കുവാനൊക്കെ എന്ത് വേണം? ഇവർക്ക് ചില പ്രവർത്തികൾ അവിടെ ആവശ്യമാണ്. ഇവരുടെ ഒരു ബലിയർപ്പണം, ആ ഒരു യാത്ര, ആ ഒരു എന്തെല്ലാം കുറേ പ്രവർത്തികൾ അല്ലേ, നിയമപ്രകാരമുള്ള കുറേ പ്രവർത്തികൾ ഇവർക്ക് ആവശ്യമാണ്. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോഴോ നമ്മൾക്കൊന്നും പ്രവർത്തിക്കേണ്ട, പകരം എന്ത് ചെയ്താൽ മതി? യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ എന്താണ്? നമ്മൾക്ക് സൗജന്യമായിട്ട് രക്ഷ വരികയാണ്. എന്ന് വെച്ചാൽ നമ്മൾ യേശുക്രിസ്തുവിനോട് നമ്മളുടെ പാവങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ഒരു തുരുത്തിയായിട്ട്, ഒരു പുതിയ സൃഷ്ടിയായിട്ട് ജീവിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാകുന്ന ആ ഒരു വിശ്വാസ സ്നാനമൊക്കെ നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കൊരു പാപമോചനം കിട്ടി. പിന്നെ നമ്മളെന്താണ്? ഒരു പുതിയ നിയമ ക്രിസ്ത്യാനികളായിട്ട് നമ്മളെ യാത്ര തുടരുകയാണ്. അവിടെയും നമ്മൾക്ക് ഇടറി വീണ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ അല്ലേ, ആ നിമിഷം തന്നെ നമ്മൾക്ക് ഏറ്റുപറയാം. അതാത് ദിവസങ്ങളിൽ തന്നെ നമ്മൾക്ക് ഏറ്റുപറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നമ്മൾക്ക് എന്ത് പ്രാപിക്കാം? പാപമോചനം പ്രാപിക്കുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾക്ക് പ്രവൃത്തികളുടെ ആവശ്യമില്ല. അവിടെ കേവലം വിശ്വാസം മാത്രം മതി. വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അതുകൊണ്ട് ആ രക്തത്താൽ എനിക്ക് പാപമോചനമുണ്ട് എന്നുള്ള എൻ്റെ വിശ്വാസം മാത്രം മതി. എനിക്കവിടെ പാപമോചനം കിട്ടുവാൻ. ആ പാപമോചനം കിട്ടിയിട്ട് എനിക്ക് കൃപാസനത്തോട് ഏത് നിമിഷം വേണമെങ്കിലും എനിക്ക് അടുത്ത് ചെല്ലുവാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ദൈവസന്നിധിയിലിരുന്ന് പാപമോചനം പ്രാപിക്കാം. ഏത് നിമിഷം വേണമെങ്കിലും എനിക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. അതാണ് പുതിയ നിയമത്തിൻ്റെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പഴയ നിയമത്തിൽ എന്തായിരുന്നു? പാപക്ഷമ, സൗജന്യ രക്ഷ എന്ന് പറയുന്നത് പഴയ നിയമത്തിലില്ല. പഴയ നിയമത്തിൽ അവർ വില കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആടിനെയും പ്രാവിനെയും ഒക്കെ അവർ ബലി അർപ്പിച്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അവർക്കത് ലഭിക്കത്തുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. ഇതാണ് എന്താണ് നമ്മൾക്ക് സൗജന്യമായ രക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ദുർവ്യാഖ്യാനം എന്ന് വെച്ചാൽ പലരും എന്ന് പറയുന്നത് നമ്മൾ രക്ഷ സൗജന്യമാണ്. സത്യമാണ്, രക്ഷ സൗജന്യമാണ്. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. എന്നാൽ വിശ്വസിക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് രക്ഷ സൗജന്യമായിട്ട് കിട്ടുമോ? ഇല്ല. അവർക്ക് വിശ്വസിച്ചാൽ മാത്രമേ രക്ഷ കിട്ടത്തുള്ളൂ. ഇനി അടുത്തത് എന്താണ്? നമ്മളൊന്നും ചെയ്യേണ്ട, കൈയും കെട്ടിയിരുന്നാൽ മാത്രം മതി. അങ്ങനെയാണോ ഇതിൻ്റെ അർത്ഥം? അല്ല. നമ്മളെന്താണ്? നമ്മൾക്ക് നമ്മളെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അതുവരെയുള്ള നമ്മളുടെ എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിച്ചു തരും അല്ലേ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ കുറച്ച് പ്രവർത്തിക്കണം എന്ന് വെച്ചാൽ എന്താണ്? ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുവാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. കൃപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം അല്ലേ. പാപം ചെയ്യാതെ എൻ്റെ കൈകളെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാക്കണം അല്ലേ. അതൊക്കെ നമ്മളുടെ പ്രവർത്തികളാണ്. അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ എന്താണ്? ദൈവത്തോട് അടുത്ത് വരുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ
എന്താ പറയുക, ഫാസ്റ്റിംഗ് ഇരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, ഇതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ ഇന്ന് പലരും എന്തുകൊണ്ടോ നമ്മൾ ഫാസ്റ്റിംഗ് ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു തന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഒന്ന്, നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്. രണ്ടെന്താണ് നമ്മളുടെ രക്ഷ, സൗജന്യമായ രക്ഷ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതും ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ഇനി അടുത്തത് പ്രവൃത്തി. ഓക്കെ, ഈ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? പഴയ നിയമത്തിൻ്റെ പ്രവൃത്തി എന്താണ്? നമ്മൾക്കറിയാം അവിടെ ഇസ്രായേൽ മക്കൾക്ക് ശത്രുക്കളുണ്ട്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കാണുന്ന ശത്രുക്കളാണ്. എന്ന് വെച്ചാൽ അവർക്കെതിരെ നിൽക്കുന്ന ചില രാജ്യങ്ങൾ, ചില വ്യക്തികൾ, അവരെയൊക്കെ ശത്രുവായിട്ട് കണ്ടിട്ട് അവിടെ എന്താണ്, അവരോട് നമ്മൾ ആക്ഷരികമായിട്ട് യുദ്ധം ചെയ്യും അല്ലേ. അവരോട് നമ്മൾ യുദ്ധം ചെയ്യാനായിട്ട് പോകും. കഴിഞ്ഞ നമ്മളുടെ പഴയ നിയമത്തിൽ, ഓക്കെ, പഴയ നിയമത്തിൽ അവർ യുദ്ധത്തിനായിട്ട് പുറപ്പെടണം. അവരുടെ ശത്രുക്കളോട് അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. അതെന്താണ്? അവരുടെ ഒരു പ്രവൃത്തിയാണല്ലേ. അവർ യുദ്ധം എന്ന പ്രവൃത്തി അവിടെ നടക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ യുദ്ധം അവസാനിച്ചോ? ഇല്ല. പുതിയ നിയമത്തിൽ എന്താ പറയുന്നത്? പഴയ നിയമത്തിൽ വ്യക്തികളും രാജ്യങ്ങളും ഒക്കെ തന്നെ ആയിരുന്നു അവരുടെ ശത്രുക്കൾ. എന്നാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഫറവോൻ അവരെ അടിമയാക്കി. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ, പുതിയ നിയമത്തിൽ വന്നു കഴിയുമ്പോൾ ദൈവം അത് തിരുത്തുക എന്ന് വെച്ചാൽ അവിടെ എന്താണ്? ശത്രു ഇല്ല എന്നല്ല പറയുന്നത്, ശത്രുവുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ ശത്രു ആരാണ്? അവിടെ ഡയറക്റ്റ് വ്യക്തികളോട് പഴയ നിയമത്തിൽ യുദ്ധം ചെയ്തപ്പോൾ പുതിയ നിയമത്തിൽ എന്താണ്? നമ്മുടെ ശത്രു ആരാണ്? നമ്മളുടെ ശത്രു പിശാചാണ് എന്ന് ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ആ യുദ്ധം എന്ന് വെച്ചാൽ നമ്മൾ വ്യക്തികളോടല്ല, കാണപ്പെടുന്ന വ്യക്തികളോടല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. അവരുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന പൈശാചിക മണ്ഡലത്തോടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് അല്ലേ. അത് പൗലോസ് പറയുന്നുണ്ട്, നമ്മൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ നമ്മൾക്ക് യുദ്ധമുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ കൈയും കെട്ടിയിരിക്കാനാണ് പറയുന്നത് അല്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ യുദ്ധം ചെയ്യണം, ആത്മയുദ്ധം ചെയ്യണം. നമ്മളുടെ പഴയ നിയമത്തിൽ അവരെന്താണ്? ആയുധമെടുത്തുള്ള യുദ്ധമാണെങ്കിൽ പുതിയ നിയമത്തിൽ എന്താണ്? പുതിയ നിയമത്തിൽ ആത്മയുദ്ധമാണ്. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. പൈശാചിക ശക്തികളോട് യുദ്ധം ചെയ്യണം. അതിന് ആത്മയുദ്ധം നമ്മൾ ചെയ്യണം അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതാണ് പുതിയ നിയമത്തിൻ്റെ പ്രവൃത്തിയും പഴയ നിയമത്തിൻ്റെ പ്രവൃത്തിയും എന്ന് പറയുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. കാരണം ഇന്ന് പലപ്പോഴും ഇതിനെയൊക്കെ എന്താ പറയുക, ആൾക്കാർ നമ്മളുടെ റോമാലേഖനത്തിൽ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നതാണ്. എന്നാലും ആൾക്കാർ ഇതിനെ പല വിധത്തിലങ്ങ് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. നമ്മൾക്ക് രക്ഷ സൗജന്യമാണ്, അതിൻ്റെ അർത്ഥം പോലും പലർക്കും അറിയത്തില്ല. രക്ഷ സൗജന്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കയ്യും കെട്ടിയിരുന്നാൽ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അപ്പോൾ ആ വിശ്വാസം ഉണ്ടായി കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾക്ക് സൗജന്യമായ രക്ഷ ലഭിക്കുന്നത്. പിന്നെ എന്താണ്? പിന്നെ നമ്മൾക്ക് എന്താണ്? ദൈവത്തോട് നമ്മൾക്ക് കൃപാസനത്തോടെ എപ്പോഴും അടുത്ത് ചെല്ലുവാൻ നമ്മൾക്ക് കഴിയും. പാപമോചനം എങ്ങനെയാണ്? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾക്ക് ലഭിക്കുന്നു. പഴയ നിയമത്തിൽ കുറുപ്രാവിനെയും എന്താ പറയുക, ആടിനെയും ഒക്കെ അവരെന്ത് ചെയ്യണമായിരുന്നു? അവർ ബലി അർപ്പിക്കണമായിരുന്നു. ഇനി നമ്മൾക്കറിയാം, ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പ്രവൃത്തി അല്ലേ. പഴയ നിയമത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നും പുതിയ നിയമത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നും ഞാൻ പറഞ്ഞു. പഴയ നിയമത്തിൻ്റെ പ്രവൃത്തികൾ എന്താ പറയുക, പാപമോചനത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അതുകൂടാതെ എന്താണ്? യുദ്ധം അല്ലേ, ആക്ഷരികമായ യുദ്ധം. എന്നാൽ ഇപ്പറേ നമ്മൾ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ്? ആത്മയുദ്ധമാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിലൂടെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നതും. എന്നാൽ ഇന്ന് പെന്തക്കോസ്തുകാരും വിശ്വാസികളും ക്രിസ്ത്യാനികളും ഇന്ന് എന്താ പറയുക, ഉൾട്ടയായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വിഭാഗം ആൾക്കാർ. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തതൊന്ന് എന്താണ്? അടുത്തത് പറയുകയാണ് കൃപ അല്ലേ. കൃപയും പാപവും, അത് അടുത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ കൃപയും പാപവും എന്ന് പറയുമ്പോൾ എന്താ പറയുക, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കണമോ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? പാപം ചെയ്താലും എന്താണ്? കൃപ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ പാപം ചെയ്താലും കുഴപ്പമില്ല, കൃപയുണ്ട്, കൃപ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പാപം ചെയ്താലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള ഒരു പഠിപ്പീരുകളും ഇന്ന് വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ആൾക്കാർക്ക് എന്താണ്? കൃപായുഗമാണ്. അതുകൊണ്ട് പാപം ചെയ്യാൻ യാതൊരു പേടിയും വേണ്ട. പാപം ചെയ്യുവാൻ ആൾക്കാർക്ക് യാതൊരു മടിയും യാതൊരു പാപവും യാതൊരു കുറ്റബോധവും ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണ്? ഈ കൃപയും പാപവും തമ്മിലുള്ള ഒരു വ്യത്യാസമെന്ന് അറിയാതെ ആൾക്കാർ പലരും മുൻപോട്ട് പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ്? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ് ശരിക്കും? എന്ന് വെച്ചാൽ ഈ ലോക ജീവിതത്തിൽ നമ്മൾക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ എന്താണ്? പാപം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പല പല പാപങ്ങളിൽ ആൾക്കാർ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാപം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പലതരത്തിലുള്ള പാപങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്നു. പാപം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പാപം പെരുകുമ്പോൾ എന്ത് ചെയ്യുകയാണ്? കൃപ പെരുകുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
പാപം ചെയ്യുവാനുള്ള ഒരു ത്വരയും പാപത്തിൻ്റെ ഒരു ശക്തിയും ആൾക്കാരെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് പാപം ചെയ്യാതെ ജീവിക്കുവാനുള്ള കൃപ ഒരു വ്യക്തിയുടെ മേൽ ദൈവം അധികമായിട്ട് പകർന്നുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഞാൻ പറയാം എ ബി, ഇത് നമ്മൾക്കെടുക്കാം, ഇത് എ ഇത് ബി. അപ്പോൾ ഇവിടെ എന്താണ് കൃപ, ഇവിടെ എന്താണ് ഇത് പാപം. അപ്പം പാപം ചെയ്യാനുള്ള ആൾക്കാർ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൃപ എന്ന് വെച്ചാൽ കൃപയിൽ നിന്നുകൊണ്ട് പാപം ചെയ്യാതെ ഇരിക്കുവാനുള്ള കൃപ ഇവിടെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ കൃപയും കൃപയുടെ പെരുപ്പവും പാപത്തിൻ്റെ പെരുപ്പവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ സംസാരിക്കുന്നത് ആരോടാണ്? ഞാൻ സാധാരണക്കാരോടാണ് സംസാരിക്കുന്നത്. ഇവിടെ വചന പണ്ഡിതന്മാർക്കൊക്കെ ഇതിനെക്കുറിച്ച് ഒത്തിരി അറിയാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സാധാരണക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാർ, എന്ന് വെച്ചാൽ ഈ ഒരു ന്യൂ ജനറേഷൻ പഠിപ്പീരിൽ മുഴുകിപ്പോയി അതിനകത്ത് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത്, അത് പാപം ചെയ്യാനുള്ള ആൾക്കാരും അവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്തും പാപം ചെയ്യാതെ ജീവിക്കുവാനുള്ള ഒരു കൃപ പെരുകി വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ആൾക്കാരും ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എന്താണ്? അതെല്ലാം പരസ്പര പൂരകങ്ങളായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പ്രവൃത്തി എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മൾ എന്താണ് ദൈവത്തോട് നമ്മൾ കൃപ യാചിച്ചുകൊണ്ടേയിരിക്കണം. ഒപ്പം നമ്മൾ എന്താണ് ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, വചനപ്രകാരം ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ മേൽ അധികമായിട്ട് ദൈവം പകർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് അബ്രാഹാമിൻ്റെ വിശ്വാസം ഈ പുതിയ നിയമത്തിൽ നമ്മൾക്കും ഉണ്ടാകണം. കാണാതെ നമ്മൾ വിശ്വസിക്കണം അല്ലേ. നിത്യതയിലേക്കുള്ള നമ്മളുടെ യാത്രയൊക്കെ എങ്ങനെയാണ്? നമ്മൾക്ക് അറിഞ്ഞുകൂടല്ലേ നിത്യതയെക്കുറിച്ച്? നമ്മൾക്ക് വല്ലതും അറിയാവോ? നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കണ്ട ആരെങ്കിലും വന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ എന്താണ്? വിശ്വാസത്തിൻ്റെ പുറത്തുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഇതിനെയൊക്കെ ദൈവം എന്താണ്? വിശ്വാസത്തെ നീതിയായിട്ട് ദൈവം കണക്കിടുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്. കാണപ്പെടാത്ത ദൈവത്തെ നമ്മൾ എന്താണ് ആരാധിക്കുന്നു അല്ലെ, വിശ്വസിക്കുന്നു. അതുപോലെ നമ്മൾക്ക് പരിചയമില്ലാത്തൊരു നിത്യതയിൽ നമ്മൾ വിശ്വസിക്കുന്നു, അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. ഇതാണ് നമ്മളുടെ ഈ വിശ്വാസത്തിനെയാണ് ദൈവം എന്താണ് നീതിയായിട്ട് കണക്കിടുന്നു എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.